റോഡ് വക്കിലെ തോട് കയ്യേറി സ്വകാര്യ വ്യക്തികൾ. പൊതുതോട് കയ്യേറി സ്വകാര്യ വ്യക്തികൾ സ്ലാബിടുകയും രണ്ടു വശം അടച്ച് സ്വന്തം ഭൂമിയാക്കി ഉപയോഗിക്കുകയും ചെയ്യുന്നത് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിന് നഗരസഭയിൽ നിന്നും മൗനാനുവാദം നൽകുന്നുണ്ടെന്നുള്ള ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. ഈ തോടിന്റെ വീതി കണ്ടില്ലേ? ഈ വീതി തന്നെ ഇതിന്റെ അവസാനിക്കുന്ന മുട്ടാർ പുഴ വരെയും വരേണ്ടതുണ്ട്. ഈ തോടിന്റെ വീതി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നിടത്തും വരെ ചെല്ലുമ്പോഴേക്കും കുറഞ്ഞ് തീരെ ശോഷിച്ചു പോവുകയാണ്. ഈ വീതി തന്നെ തുടർന്ന് അങ്ങോട്ടും പോവുകയാണെങ്കിൽ ഇവിടുത്തെ വെള്ളക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതം ഉണ്ടാവില്ല. ആ കാര്യത്തിൽ ഉറപ്പാണത്. ഇത് അങ്ങോട്ട് ചെല്ലുമ്പോൾ കൊള്ളാത്ത രീതിയിൽ ചുരുങ്ങുകയാണ്. അല്ലാതെ പാടത്ത് വീട് വെച്ചതുകൊണ്ടോ ഒന്നും അതിൻ്റെ ഒരു ഇതൊന്നുമല്ല. ഇതിലും വലിയ പാടങ്ങൾ ശേഖരങ്ങളിലൊക്കെ നികത്തി വീട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുപോലത്തെ ചെറുപ്പങ്ങൾ വീട് വെച്ചിട്ടുള്ള ഇടങ്ങളിലൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ തോടുകൾ സംരക്ഷിച്ചുകൊണ്ടാണ് അവിടെയൊക്കെ പരിഹാരങ്ങൾ ഉണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഈ വീതി തുടർന്ന് അങ്ങോട്ട് വീതി വന്നു. പണ്ടൊക്കെ ഇവിടെ നിന്ന് ഇതുപോലെ ഇതിലും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദുർഘടവും ഒരു തരത്തിലുള്ള ഇതുപോലെ വെള്ളപ്പൊക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് വിഷയം. തോട് മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ കിടക്കുന്ന അതേ കണക്കിലുള്ള തോട്, പഴയ കാലത്തുണ്ടായിരുന്ന തോട് അതേ വീതി ആ രൂപത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോയാൽ ഇത് വെള്ളക്കെട്ടുണ്ടാവില്ല. ഇതിന് നിരവധിയായിട്ടുള്ള വേറെ ഉപകാരണങ്ങളൊക്കെ പലരും പറയാനുണ്ട്. ഇതൊന്നും ഒരു കാരണമല്ല. ഇത്രേ ഉള്ളൂ, സ്ട്രൈറ്റ് കിടക്കുകയാണ്. കാരണം ഈ വീതി തുടർന്നങ്ങോട്ട് ഇതിനെ അവസാനിക്കുന്നിടം വരെ കൊണ്ട് ചെന്നെത്തിച്ചാൽ ഈ വിഷയം പരിഹരിക്കപ്പെടും. ആരാണ് ഇത് ശോഷിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഇത് ചുരുക്കി പോന്നേക്കണം, അതെല്ലാ കാര്യത്തിലും ഒരാളുടെ മുഖം നോക്കാതെ ഈ ഇറിഗേഷൻ വകുപ്പിൻ്റെ മുനിസിപ്പാലിറ്റിയുടെയും കണക്ക് പ്രകാരം ഈ തോടിൻ്റെ വീതി എത്രയുണ്ടോ ആ വീതി ഇവിടുന്ന് തുടങ്ങി തുടർച്ചയായിട്ട് അവസാനിക്കുന്നിടം വരെ ഉണ്ടായ പ്രശ്നം പരിഹാരം ചെയ്യും. ചാലിസ് തുടങ്ങുന്ന ഈ തോട് ഈ പരിസരങ്ങളിലൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലം ചെലവഴിച്ചിരുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ മീൻ അടക്കമുണ്ട്. ഇതിൻ്റെ ഈ വെള്ളം അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളം. ഞങ്ങൾ കുളിക്കുകയും അലക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ ചേച്ചിമാരും പിന്നെ പരിസരത്ത് എല്ലാവരും ഈ തോട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. നിത്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഈ തോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാറാരോഗങ്ങളുടെ, സാംക്രമിക രോഗങ്ങളുടെ, പകർച്ചവ്യാധികളുടെ ഒക്കെ വലിയ ഇടങ്ങേറുകൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത്ര അഴുക്ക് ചാലായിട്ടത് മാറിയതിൻ്റെ കാരണം ഈ തോടിൻ്റെ വീതി കുറവും കാര്യങ്ങളടക്കം പിന്നെ അനുബന്ധ കാരണം. ഇപ്പോൾ അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടത് ഈ തോടിൻ്റെ വീതി ഈ തൽസ്ഥിതി പണ്ടുണ്ടായിരുന്ന വീതിയെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. തോട് കയ്യേറി നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതിനെതിരെ പരാതി നൽകിയിട്ടും കയ്യേറ്റങ്ങൾ പൊളിപ്പിക്കാൻ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളാണ് വെള്ളപ്പൊക്കത്തിന് ഗുരുതര കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പരിഹാര മാർഗങ്ങൾ മാത്രം ഇപ്പോഴും ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പല സ്ഥലത്തും തോട് കയ്യേറി വീതി കുറഞ്ഞിരിക്കുന്നതായി പരുക്കെ ആക്ഷേപമുണ്ട്.